കാർഷിക മേഖല തകർച്ചയെ നേരിട്ടപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ താങ്ങും തണലുമായി നിന്നത് മത്സ്യമേഖലയിലൂടെയായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ MLA അഭിപ്രായപ്പെട്ടു. മുതിർന്ന മത്സ്യ കർഷകർക്കുള്ള ആദരവും ദേശീയ മത്സ്യ കർഷക ദിനാചരണവും ചെറുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 1957 ജൂലൈ 10 ഇന്ത്യയിൽ ആദ്യമായി പ്രേരിത പ്രജനനം വഴി മേജർ കാർപ്പ് മത്സ്യങ്ങളുടെ പ്രജനനം വിജയകരമായി നടത്തിയതിൻ്റെ സ്മരണയിലാണ് ദേശീയ മത്സ്യ കർഷക ദിനാചരണം നടന്നുവരുന്നത്. ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കാസർഗോഡ് ജില്ലാതല ദിനാചരണ പരിപാടി നടന്നത്. ചെറുവത്തൂർ കോയാമ്പുറത്തെ PP ബാലകൃഷ്ണൻ, ആയിറ്റിയിലെ C ജനാർദ്ദനൻ, കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ തോമസ് ഒന്നറുക്കുന്നേൽ, ബേളൂരിലെ ബേബി ജോസഫ്, കുമ്പളയിലെ ജാഫർ സാദിഖ് തുടങ്ങി ജില്ലയിലെ മുതിർന്ന 5 മത്സ്യ കർഷകരെ സന്ദീപ് വാര്യർ MLA ആദരിച്ചു. നമ്മുടെ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായി വലിയ പ്രയാസത്തിൽ അകപ്പെട്ട സമയത്തും കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരർഹിക്കുന്ന ഒരു പരിഗണന നമ്മുടെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്നാൽ പോലും പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാതെ വരിക. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഓൺലൈനായി ദേശീയ മത്സ്യ കർഷക ദിന സന്ദേശം നൽകി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MV ഷിജു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനി, അസിസ്റ്റന്റ് ഡയറക്ടർ K ശ്രീജേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ N ഷിനാസ്, കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ ഷിംന ചന്ദ്രൻ, അരുണേന്ദു രാമകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.